ഈ പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഉച്ചയോടെ പമ്പ കരകവിഞ്ഞതുമൂലം ആറന്മുള പ്രദേശത്ത് കനത്ത വെള്ളക്കെട്ടുണ്ടായി. ആറന്മുള ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളെല്ലാം വെള്ളത്താൽ ചുറ്റപ്പെട്ടു. റാന്നിയിലെ വെള്ളം മുഴുവൻ ഒഴുകി പോകേണ്ടത് പമ്പയാറ്റിലൂടെയാണ്. അത് ആദ്യം കരകവിഞ്ഞൊഴുകുന്നത് ആറന്മുളയിലൂടെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആറന്മുളയിലാണ്. കാരണം ആറന്മുളയിലാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ നമ്മൾ NDRFന്റെയും ഫയർഫോഴ്സിന്റെയും സംഘങ്ങൾ എല്ലായിടത്തും ഉണ്ട്. രാവിലെ തന്നെ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ക്യാമ്പുകൾ തുറക്കുകയും ആ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വള്ളസദ്യ ചടങ്ങുമായി ബന്ധപ്പെട്ട് പള്ളിയോടങ്ങൾക്ക് പമ്പയിൽ ഇറങ്ങാൻ വിലക്കേർപ്പെടുത്തി. നിറപുത്തരി ചടങ്ങുകൾക്ക് വേണ്ടി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കുന്നുണ്ട്. ശബരിമല യാത്രയ്ക്ക് നിലവിൽ വിലക്കേർപ്പെടുത്തിയിട്ടില്ല. ആങ്ങമൊഴി വഴി ഗവിയിലേക്കുള്ള യാത്രയ്ക്ക് അറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധനം ഏർപ്പെടുത്തി. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ചിരിക്കുകയാണ്. 2018 സമാനമായി ഉള്ളുലയ്ക്കുന്ന വലിയ വെള്ളപ്പൊക്കമാണ് റാന്നിയിൽ ഇക്കുറിയുമുണ്ടായത്. നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളും സമ്പാദ്യങ്ങളും മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയിട്ടുണ്ട്. ആശങ്കയും ഭയവും വിട്ടൊഴിഞ്ഞിട്ടില്ല താനും. റാന്നിയിൽ നിന്നും അജയ് നായർക്കൊപ്പം ഗോകുൽ രമേശ്, ജനം. കോട്ടയം തീക്കോയിൽ 15-ലധികം വീടുകളാണ് പുലർച്ചെയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയത്. വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ സർവ്വതും നഷ്ടപ്പെട്ടതായാണ് ദുരിതബാധിതരും പറയുന്നത്. മിഥുന അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് അതിരാവിലെയുണ്ടായ വെള്ളപ്പാച്ചിൽ അത് ഒരു പ്രളയ സമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ തലനാട് പഞ്ചായത്തിലുള്ള തിക്കോയ് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ നിരവധി വീടുകളാണ് വെള്ളത്തിനടിയിലായത്. വീട് പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് മാറിയപ്പോൾ ആളുകളെല്ലാം ചേർന്ന് ഈ ചെളിയെല്ലാം മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചേട്ടൻ്റെ വീടാണത്? അതെ, എൻ്റെ വീടാണ്. ഇത് രാത്രി ഞങ്ങൾ ഒരു 12 മണി തൊട്ട് 1 മണി 1:30 ആകുമ്പോഴത്തേക്ക് വെള്ളം കയറാൻ തുടങ്ങി. അപ്പം കഴിഞ്ഞ പിലയെന്ന് പറഞ്ഞാൽ 2018 നമ്മൾ വന്നത് പ്രതീക്ഷിച്ച് ഇച്ചിരി താഴെ തട്ടേ വരുള്ളൂ, ഒത്തിരി കൂടുകയല്ല എന്ന് ഓർത്താണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. സാധനങ്ങളൊക്കെ കുറേ ഒതുക്കി. പക്ഷേ വന്നപ്പം ഭയങ്കര കുറവായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സാധനങ്ങളെല്ലാം നശിച്ചുപോയി. ഒരു സാധനം എടുത്തേക്ക് ഇന്നലെ കൊടുത്തിയ തോർത്തത്. 2018 വെള്ളം കയറി. 2018 വെള്ളം കയറിയായിരുന്നു. അപ്പോൾ അത്രയും വെള്ളം വരെയുള്ള 10-25 വർഷത്തിന് ശേഷമാണ് 2018 ഒരു വെള്ളം വന്നത്. അപ്പം നമ്മൾ ഇനി അത്രയും വെള്ളം വരത്തില്ലെന്ന് പറഞ്ഞിട്ട് 3-4 വർഷമായിട്ട് വെള്ളവും ഇല്ല. അപ്പം ഇങ്ങനെ നിന്നതിൻ്റെ പേരിൽ നമ്മൾ ഇച്ചിരി സാധനങ്ങളെല്ലാം ഒതുക്കി, നേരത്തെ തന്നെ ഒതുക്കി. എന്നാലും പെര മുങ്ങുന്ന ലെവലിന് വെള്ളം വന്നപ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായിട്ട് ഒരു സാധനമില്ല. എല്ലാ അരിയും സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു, എല്ലാം കുതിർന്ന് വെള്ളത്തിൽ എടുത്തിടേണ്ട കളയേണ്ട സാഹചര്യം വന്നു. 20 കോഴികളുണ്ടായിരുന്നു. അത് 3 എണ്ണം ഇപ്പോൾ ഉണ്ട്, ബാക്കിയെല്ലാം പോയി. അതെ. പിന്നെ സഹായികൾ രാവിലെ തൊട്ട് 80 പേര് രാവിലെ വന്നവർ ഇതുവരെ പോയിട്ടില്ല. അവർക്ക് നമ്മുടെ പാർട്ടിയായിട്ട് ചായയൊക്കെ കൊണ്ട് തരുകയും എല്ലാ സമയത്ത് ഫുഡ് തരുകയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതിൽ ആ ഒരു മാറ്റങ്ങളില്ല. ചേട്ടാ, ഇവിടെ ഇങ്ങനെ ഇപ്പം എത്രത്തോളം വീടുകൾ ഇവിടെ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്? ഇപ്പം നിലവിൽ ഇവിടുന്ന് ചാപ്പാറ മുതൽ ഇങ്ങോട്ട് മൊത്തം വെള്ളം ഇറങ്ങി, മൊത്തം വെള്ളം കയറി. വെള്ളം കയറുന്ന വെച്ചാൽ ഒന്നുമില്ല, എല്ലാം ഒലിച്ച് പോയെന്ന് കൂട്ടിയാൽ മതി. പശുക്കൾ, അവൻ ഒരു സുഹൃത്തിനെ വീട്ടിൽ ഒരു 7-8 പശു, വീട്ടിൽ സ്വന്തം അളീന, എല്ലാ പശുക്കളും പോയി. പശുക്കൾ ഞങ്ങൾ 12:30 വരുമ്പം ശകല വെള്ളം കയറി വന്നു. പിന്നെ അത് കഴിഞ്ഞ് 1 മണിക്കൂർ വെള്ളം താന്നപ്പോൾ പിന്നെ പെട്ടെന്ന് കയറി. ഞങ്ങൾക്ക് അങ്ങോട്ട് കടന്നു വരാൻ കുടം കെട്ടി ഇറങ്ങാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ടെറസിന് മണ്ടലൊക്കെയാണ്. പിന്നെ ആൾ കാണത്തില്ല. ഇവർ ആരും എവിടെ ഉണ്ടോ, കറണ്ടും ഇല്ല, ഒന്നുമില്ല, ആരും എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. പിന്നെ ഒരു വിധത്തിൽ എല്ലാം കൂടെ കുറേ നീന്തി റോഡിൽ കയറി മണ്ട വരെ വെള്ളം വന്നു. ഈ വീടിന്റെ എത്ര വരെ വെള്ളം വന്നിരുന്നു? ഈ വീടിന്റെ മണ്ട വരെ, ആ പാർക്കയില്ലേ, ഒരു 7 അടി വെള്ളം, 6-6.5 7 അടി വെള്ളം മണ്ട ഇങ്ങനെ നിൽക്കും വെള്ളം. അതെല്ലാം ചെളി, ഈ ചെളിയെല്ലാം അവിടെ ഞങ്ങൾ ക്ലീൻ ചെയ്തതായിട്ട് ഇറക്കി നടക്കണം. രാത്രി 1:30 ആകുമ്പോഴത്തേക്ക് ഈ സൺസൈഡ് വരെ വെള്ളം എത്തി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മുറ്റത്തോട്ടൊന്നും വരാൻ പറ്റാതായി. പിന്നെ ഞങ്ങൾ വന്നത് 5 മണിക്കാണ് കുറച്ച് വെള്ളം താഴുന്നതനുസരിച്ച് വന്നത്. ഏതാണ്ട് 15-ലധികം വീടുകൾ ഇത്തരത്തിൽ വെള്ളത്തിനടിയിലായി എന്നുള്ളതാണ്. ഈ സംഭവം രാവിലെ 5:30-ക്കാണ് വിളിച്ചു പറയുന്നത്. 5:45-ന് ഞാനൊരു സ്ഥലത്തെത്തി. സാധനങ്ങളൊക്കെ മാറ്റാനുള്ളതൊക്കെ എടുത്ത് മാറ്റി, എല്ലാം ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു.